നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുഭവപ്പെട്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. വിവാഹിതർക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകുന്നു. ദീർഘകാലമായി വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വിവാഹ കാര്യത്തിൽ അനുകൂല തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ പുരോഗതിയുണ്ടാകുമെങ്കിലും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം കാണാതെ വരുന്നതായി കാണുന്നുണ്ട്. പുതിയ പഠന പദ്ധതികളിൽ ഭാഗമാകുന്നതിന് അവസരം ലഭിക്കുന്നു. ജോലി, ബിസിനസ്, കർമ്മമണ്ഡല സംബന്ധമായ കാര്യങ്ങളിൽ മുൻപ് നേരിട്ട മുടക്കങ്ങൾ ബിസിനസ്സുകാർക്ക് മാറിക്കിട്ടുന്നതാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ, അവസരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. തുടർ മാസങ്ങളിൽ നിങ്ങൾക്കുള്ള ഒരു നവോത്ഥാന കാലഘട്ടമാണ് വരുന്നത് എന്ന് പറയാവുന്നതാണ്. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. കൂടാതെ പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹിതരാണെങ്കിൽ സന്താനങ്ങളാൽ മാനസികമായി സന്തോഷമുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനാവുന്ന മാസമാണിത്. വളരെ കാലമായി അലട്ടിയിരുന്ന അസുഖങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ശമനമുണ്ടാകുന്നതാണ്. ഇഷ്ടജന സമാഗമം പ്രതീക്ഷിക്കാം. ജോലിക്കാർക്കാണെങ്കിൽ ഉത്തരവാദിത്വമില്ലാത്ത പ്രവർത്തനം നടത്തുന്നതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ശകാരം കേൾക്കുന്നതിന് സാധ്യതയുണ്ട്. ഭൂമി കച്ചവടത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. എന്നാൽ പങ്കാളിത്ത സംരംഭങ്ങളിൽ പരാജയം നേടുവാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനായി മുടക്കുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനമെടുക്കരുത്. പുതിയ തീരുമാനങ്ങൾ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിക്കുന്നു. വിവാഹ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത്. ധനപരമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന മാസമാണിത്. തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ ആവശ്യമായി വരുന്നു. സമാന്തര കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ധനച്ചെലവ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ള മാസമാണിത്. എന്നാൽ നിങ്ങളുടെ ഏറെ നാളായി നീണ്ടുനിന്ന ബന്ധുജനങ്ങളുമായുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി സാധിക്കുന്നു എന്ന് പറയാം. കൂടാതെ കലാകായിക രംഗത്ത് പ്രശസ്തി നേടാനാകുന്നു. ദീർഘനാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനായി സാധിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തിക തിരിച്ചടികൾക്ക് സാധ്യതയുള്ള മാസമാണിത്. എന്നാൽ ജൂൺ മാസം പകുതി പിന്നിട്ടാൽ തന്നെ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് തെളിയുന്നത്. ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനഭാഗ്യമില്ലാത്തവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായേക്കാം. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് ഈ മാസത്തിൻ്റെ അവസാനത്തോടു കൂടി സാധിക്കുന്നു. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളാണ് തുറന്നു കിട്ടുന്നത്. ബിസിനസ്സിൽ പുതിയ ചില മാറ്റങ്ങൾ നടത്തുന്ന സമയമാണിത്. ജൂൺ മാസത്തിൻ്റെ അവസാനത്തോടെ അനാവശ്യ ആരോപണങ്ങൾ മൂലം മനസ്സ് വേദനിക്കുവാനുള്ള ഇടയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പുലർത്താത്തതിനാൽ ഉണ്ടാകുന്ന നഷ്ടം വളരെ വലിയ മാനസിക വിഷമങ്ങൾക്ക് ഇടയാക്കുന്നു. വിവാഹിതരാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ അലോസരങ്ങൾ നേരിട്ടേക്കാം. ബാങ്ക്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് മുന്നറിയിപ്പുകൾക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏറ്റെടുത്ത തൊഴിൽ, ബിസിനസ്, കരാർ ജോലികൾ എന്നിവയിലെല്ലാം അകാരണമായ ഒരു മന്ദത അനുഭവപ്പെടുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ചെറിയ ചില വിഷമതകൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും ആരോഗ്യം മധ്യമമായി തുടരുന്നു. ജൂൺ മാസം അവസാന പാദത്തോടെ നിങ്ങളുടെ ബന്ധുജനങ്ങൾ ശത്രുക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മാനസിക വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പ്രണയത്തിൽ ബന്ധുക്കളുടെ എതിർപ്പ് പ്രകടമാകുന്നതുകൊണ്ട് പ്രണയിക്കുന്നവർക്ക് അത്ര നല്ല സമയമല്ല. എങ്കിലും
സാമ്പത്തികപരമായി ചെറിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശത്ത് തൊഴിൽ കർമ്മരംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കാമെങ്കിലും നിങ്ങളുടെ ലോണുകളിൽ തിരിച്ചടവ് നടത്തുകയും നിങ്ങൾക്കുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാത്ത തരത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നു. മാതൃപിതൃഭാവത്തിലുള്ളവർക്ക് സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതായും നിങ്ങൾക്ക് സഹോദര സ്ഥാനത്തുള്ളവരുടെ ഗുണാനുഭവങ്ങൾ വരുന്നതായും കാണുന്നുണ്ട്. സർക്കാർ ജോലിക്ക് അതുപോലെ മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്കും പൊതുവെ ഗുണമുള്ള സമയം തന്നെയാണ്. കച്ചവടം, വാണിജ്യം, വിവിധ മേഖലകളിലുള്ള ബ്രോക്കർമാർ എന്നിവർക്ക് അത്ര ഗുണകരമായി കാണുന്നില്ലെങ്കിലും ജൂൺ മാസാവസാനത്തോടെ തന്നെ കാര്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതായി അനുഭവയോഗ്യമാകുന്നതാണ്. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ജൂൺ മാസം 10 ശേഷം വളരെ ഗുണപ്രദമായാണ് കാണുന്നത്. ഇനി രാഷ്ട്രീയം, പൊതുപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനലബ്ധി, കൂടുതൽ അധികാരം, ആദരവ് നേടുവാനുള്ള അവസരങ്ങൾ എന്നിവ പ്രാപ്തമാകുന്നതായി തെളിയുന്നു. പൊതുവെ മുൻപുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം തന്നെ അകലുന്നതിനും ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുമുള്ള കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ മാറ്റത്തിനുള്ള സമയം കൂടിയാണിത്. കുറച്ചുകൂടി മെച്ചപ്പെട്ട പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നു. സർക്കാർ ജോലിക്കും സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്കും അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മാസാവസാനം ചെറിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വളരെയധികം കരുതൽ ആവശ്യമാണ്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനയാത്രകളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഹിണി നക്ഷത്രക്കാർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ക്ഷിപ്രഫലം നൽകുന്നതാണ്. രോഹിണിയും തിങ്കളും ഒത്തുവരുന്ന ദിവസവും പൗർണമി ദിവസവും വ്രതമെടുത്ത് പ്രത്യേക പൂജകൾ ചെയ്യുന്നത് അത്യുത്തമമാണ്. രോഹിണിയുടെ നക്ഷത്രദേവത ബ്രഹ്മാവ് ആണ്. നിത്യവും ബ്രഹ്മാവിനെ ഭജിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അതുപോലെ ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയി ഉത്തമ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും സാധുജന സേവ നടത്തുന്നതും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിന് സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവൈശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.